മുഖ്യമന്ത്രി പദത്തിനായി MLA-മാരുടെ പിന്തുണ ഉറപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തീവ്രമായി ശ്രമിക്കുന്നുവെന്ന് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നു. 47 പേരുടെ പിന്തുണയുണ്ടെന്നാണ് KC വേണുഗോപാലിൻ്റെ ക്യാമ്പ് പറയുന്നത്. 16 പേരുടെ പിന്തുണയുണ്ടെന്നാണ് രമേശ് ചെന്നിത്തലയുടെ അവകാശവാദം. 35 പേർ തന്നെ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി VD സതീശൻ്റെ വിഭാഗവും പറയുന്നു. അതേസമയം കോൺഗ്രസ് മന്ത്രിമാരെ തീരുമാനിക്കുന്നത് ഇനിയും വൈകാൻ സാധ്യതയുണ്ടെന്നും വിവരങ്ങൾ ലഭിക്കുന്നു. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറിയല്ലേ അലക്സേ? സംഭവം സൂപ്പറായിട്ടുണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. എസ്കാൻ ഒന്ന് മുടി കാല് വയ്യാതെ ഒന്ന് വീട്ടിൽ റെസ്റ്റിലായിരുന്നപ്പോൾ മുടി അങ്ങ് കളഞ്ഞതാ. ഒരു മാറ്റം പ്രതീക്ഷിച്ചു, അങ്ങനെ വന്നതാ. ഒരു മുടിയനായ പുത്രനായോ? അതെ അതെ. എസ്കാൻ വാർത്തയിലേക്ക് വന്നാൽ അല്ല, ഒരിക്കലും അല്ല, മുടിയില്ലാത്ത പുത്രനായി. എസ്കാൻ വാർത്തയിലേക്ക് വന്നാൽ KPCCയുടെ മുന്നിലാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും നിർണായകമായ ദിവസമാണ്. പ്രത്യേകിച്ച് ഈ 3 ക്യാമ്പുകളെ സംബന്ധിച്ച്, അത് RC, VD ഒപ്പം KC, ഈ 3 ബ്രിഗേഡുകളെ സംബന്ധിച്ചും ആ നേതാക്കളെ സംബന്ധിച്ചും ഏറ്റവും നിർണായകമായ ദിവസമാണ്. ഇവരിൽ ആർക്കാണ് കൂടുതൽ MLA-മാരുടെ പിന്തുണയുള്ളത് എന്ന് ഉറപ്പിക്കേണ്ട, അത് ഹൈക്കമാൻഡിന് AICC നേതൃത്വത്തെ അറിയിക്കേണ്ട ദിവസമാണ്. നേരത്തെയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കണ്ട ചില ഫ്ലക്സ് ബോർഡുകളൊക്കെ ഇവിടെയുണ്ട്. V1 KC എന്ന ബോർഡ് KPCC ആസ്ഥാനത്തിന് മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞുഞ്ഞിന് ശേഷം KC എന്ന ഒരു ഫ്ലക്സ് ബോർഡ് കാണാം. അത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ കൊണ്ട് ഇതിന്റെ മുന്നിലാകെ നിറഞ്ഞിട്ടുണ്ട്. 10:30 മണിക്കാണ് ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം നിശ്ചയിച്ചിരിക്കുന്നത്, നിയമസഭാ കക്ഷി യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. 63 MLA-മാരാണ് കോൺഗ്രസിനുള്ളത്. ഈ MLA-മാരെ ഗ്രൂപ്പായും അതുപോലെ വെവ്വേറെയും AICC നിരീക്ഷകർ അജയ് മാക്കനും മുകുൾ വാസനിക്കും കേൾക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഓരോ ഗ്രൂപ്പ് നേതാക്കളുടെ മാനേജർമാരും തീവ്ര ശ്രമത്തിലാണ്. അവരുടെ പരക്കം പാച്ചിൽ നടത്തുകയാണ് ഈ മണിക്കൂറുകളിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ KC വേണുഗോപാൽ പക്ഷം ഏതാണ്ട് 3-2 MLA-മാരുടെ പിന്തുണയും ഉറപ്പാക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. 47 MLA-മാരുടെ പിന്തുണ തനിക്കൊപ്പം ഉണ്ടാകുമെന്ന് KC വേണുഗോപാൽ പക്ഷം വിലയിരുത്തുന്നുണ്ട്. ഒപ്പം 16 പേരുടെ പിന്തുണ രമേശ് ചെന്നിത്തല വിഭാഗം അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അത് AICC നിരീക്ഷകരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ആ MLA-മാരുടെ എണ്ണം കൂടും എന്നുള്ള വിലയിരുത്തലും അദ്ദേഹത്തിന്റെ പക്ഷം നടത്തുന്നുണ്ട്. VD സതീശന്റെ കൂടെയുള്ളത് 5 MLA-മാരാണെങ്കിലും 35 MLA-മാരെങ്കിലും തന്നെ പിന്തുണയ്ക്കുമെന്ന വിലയിരുത്തലാണ് VD സതീശൻ പക്ഷവും. കാരണം VD സതീശൻ പക്ഷമാണ് AICC-യോട് ആവശ്യപ്പെട്ടത് ഈ കൂടിക്കാഴ്ചയിൽ, അതായത് MLA-മാരെ കാണുന്നതിൽ നിന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി, AICC-യുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ മാറ്റി നിർത്തണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് അവരാണ്. അവരെ ഒറ്റയ്ക്ക് കാണുക, അതിൽ ദീപാദാസ് മുൻഷിയുടെ ഇടപെടൽ ഉണ്ടാകരുത് എന്ന ആവശ്യം ആണ് VD സതീശൻ പക്ഷം മുന്നോട്ട് വെച്ചത്. അങ്ങനെയെങ്കിൽ കൂടുതൽ MLA-മാർ തനിക്ക് അനുകൂലമായി മനസ്സ് തുറക്കും എന്നാണ് VD സതീശൻ പക്ഷം അനുമാനിക്കുന്നത്. എന്താണെങ്കിലും തീവ്രമായ ശ്രമം തുടരുന്നു. 10:30 മണിക്ക് ഈ യോഗം ആരംഭിക്കും. ഈ യോഗത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെവ്വേറെ MLA-മാരെ കണ്ട് അവരുടെ അഭിപ്രായം തേടും. ഇത് എഴുതി വാങ്ങും. ഓരോ MLA-മാരിൽ നിന്നും തങ്ങൾ ആരെയൊക്കെയാണ് പിന്തുണയ്ക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണ് പിന്തുണയ്ക്കുന്നത്, അതിന്റെ കാരണമടക്കം എഴുതി വാങ്ങുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഘടകകക്ഷി നേതാക്കളെ കാണും. നേരിട്ട് കാണാൻ സാധിക്കുന്നവരെ നേരിട്ടും, അതല്ലാതെ ഫോൺ മുഖേന ബന്ധപ്പെടാൻ സാധിക്കുന്നവരെ ഫോൺ മുഖേനയും ബന്ധപ്പെടും. മുതിർന്ന നേതാക്കളെ അടക്കം, കോൺഗ്രസിന്റെയും അതുപോലെ മറ്റ് പോഷക സംഘടനകളുടെ അടക്കം മുതിർന്ന നേതാക്കളെ, MP-മാരെ അടക്കം AICC നിരീക്ഷകർ കാണുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ന് ഈ പ്രക്രിയ പൂർത്തിയാക്കി ഇന്ന് രാത്രിയോടെയെങ്കിലും ഡൽഹിയിലേക്ക് മടങ്ങണമെന്നുള്ളതാണ് AICC നിരീക്ഷകർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കും. അതിലൊരു അനുനയ ശ്രമവും ഉണ്ടാകും. കാരണം ഈ റിപ്പോർട്ട് നിരീക്ഷകർ AICC-ക്ക് കൈമാറും. തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടവർ ആരൊക്കെയാണെന്ന് സ്വാഭാവികമായി AICC-ക്ക് അറിയാം. അത് അവരോട് നേരിട്ട് തന്നെ AICC ആശയവിനിമയം നടത്തും, ഒരു അനുനയ ശ്രമവും നടത്തും. അതിനുശേഷം പരമാവധി 3 അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി AICC പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ കീഴ്വഴക്കം ഇന്നത്തെ ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കും. ആ പ്രമേയം പാസ്സാക്കും. അതായത് ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള പൂർണ്ണമായ അധികാരം ഹൈക്കമാൻഡ് നൽകിക്കൊണ്ടുള്ള പ്രമേയമായിരിക്കും. സ്വാഭാവികമായി അതിന്റെ തീരുമാനം ഡൽഹിയിൽ എടുത്തതിന് ശേഷം തിരികെ ഈ നിരീക്ഷകർ ഇവിടെ എത്തി ഈ ക്ലെയിം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മറ്റു നേതാക്കളെ കൊണ്ട് ഈ പ്രഖ്യാപനം വായിക്കുകയാണ് അവരുടെ രീതി. പക്ഷെ ആ ഒരു പ്രക്രിയ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. ഡൽഹിയിൽ നിന്ന് തന്നെയായിരിക്കും ഈ തീരുമാനം വരിക. ആ തീരുമാനം അംഗീകരിക്കപ്പെടും എന്നുള്ളതാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഹൈക്കമാൻഡിന്റേതാണ് അന്തിമമായ തീരുമാനമെന്ന് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി ചർച്ച അങ്ങനെ മുറുകി നിൽക്കുന്നത് കൊണ്ട് തന്നെ മന്ത്രിമാരുടെ കാര്യം തീരുമാനിച്ചിട്ടില്ല. അത് വൈകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആദ്യം സത്യപ്രതിജ്ഞ മുഖ്യമന്ത്രിയും ഘടകകക്ഷി മന്ത്രിമാരും ചെയ്യട്ടെ എന്നൊരു ഫോർമുലയിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.